പ്രവാചകന്റെ ആഗമനത്തിന് മുമ്പേ തന്നെ ഈ ലോകത്തേക്ക് ഹബീബായ പ്രവാചകന് ലോകത്തേക്ക് കൊണ്ടുവരുന്നു എന്ന് അല്ലാഹു പ്രവാചകന്മാരോട് പറയുകയും ആ പ്രവാചകന്മാരിൽ നിന്ന് കരാർ വാങ്ങിയതിന് ശേഷമാണ് ഹബീബായ പ്രവാചകനെ അല്ലാഹു ഈ ലോകത്തേക്ക് കൊണ്ടുവരുന്നതും. വെറുതെ കൊണ്ടുവന്നതല്ല, മുൻകാല പ്രവാചകന്മാരിൽ നിന്ന് കരാർ വാങ്ങി ഞാൻ ഹബീബിനെ കൊണ്ടുവരാൻ പോകുകയാണ്, നിങ്ങളെല്ലാവരും അത് അംഗീകരിക്കണമെന്ന് പറഞ്ഞിട്ട് ആ കരാർ വാങ്ങിയതിന് ശേഷമാണ് അല്ലാഹു മുത്തുനബി തങ്ങളെ ഈ ലോകത്തേക്ക് കൊണ്ടുവരുന്നത്. കേട്ടുകൊള്ളുക, ആദ്യമായി ഞാൻ ഓതിയ വിശുദ്ധമായ ഖുർആൻ ആ കരാറിന്റെ വാക്യമാണ് പറയുന്നത്. വൈദ് അഖദല്ലാഹു മീസാഖൻ നബിയ്യീന ലമാ ആതൈതുകും മിൻ കിതാബിൻ വഹിക്മാ. പ്രവാചകന്മാരിൽ നിന്ന് അല്ലാഹു കരാർ വാങ്ങി. എന്ത് കരാറാണെന്നറിയുമോ? നിങ്ങൾക്ക് ഞാൻ വേദഗ്രന്ഥവും അതിന്റെ വ്യാഖ്യാനവും നൽകുകയും അതിനോടൊപ്പം തന്നെ സുമ്മ ജാഅക്കും റസൂലും മുസദ്ദിഖുൽ ലിമാ മഅക്കും, നിങ്ങളിലേക്കൊരു പ്രവാചകനെ ഞാൻ നിയോഗിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ, പ്രവാചകന്മാരോടല്ല പറഞ്ഞു വേദഗ്രന്ഥങ്ങൾ നിങ്ങൾക്ക് ഞാൻ നൽകുകയും അതിൻ്റെ വ്യാഖ്യാനങ്ങൾ നിങ്ങൾക്ക് ഞാൻ നൽകുകയും അതോടൊപ്പം തന്നെ അല്ലാഹുവിൻ്റെ പ്രവാചകനാകുന്ന പ്രവാചകരെ കുറിച്ചും ആ പ്രവാചകന്മാരോട് അല്ലാഹു പറഞ്ഞു കൊടുക്കുകയാണ്. ഒരു പ്രവാചകനും നിങ്ങളിലേക്ക് വരും, ആ പ്രവാചകൻ നിങ്ങൾ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും സത്യസന്ധമാണെന്ന് പ്രബോധനം ചെയ്യാനുള്ള പ്രവാചകൻ വരികയും ചെയ്തു കഴിഞ്ഞാൽ ആ പ്രവാചകനെ നിങ്ങൾ വിശ്വസിക്കുമോ? അല്ല ചോദിക്കുകയാണ് പ്രവാചകന്മാരോട്, ആ പ്രവാചകൻ വന്നാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വലതൻസുറുന്ന, ആ പ്രവാചകനെ നിങ്ങൾ സഹായിക്കുമോ? ആ പ്രവാചകന്മാർ മുഴുവനും ഒന്നടങ്കം പറഞ്ഞു പോയി. ഖാല അഖറർതും വഅഖദതും അലാ ദാലികും മിസ്രി, ഞാൻ ഈ ചെയ്തു പോയ കരാർ നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണോ? ഈ വരുന്ന പ്രവാചകനെ സ്വീകരിക്കാനും പ്രവാചകനെ വിശ്വസിക്കുവാനും പ്രവാചകനെ സഹായിക്കുവാനും നിങ്ങളെല്ലാവരും സന്മനസ്സുള്ളവർ ാണോ? അതിനെ നിങ്ങൾ കരാർ ഏറ്റെടുക്കുന്നവരാണോ എന്ന് ചോദിച്ചപ്പോൾ മുൻകഴിഞ്ഞു പോയ ലക്ഷക്കണക്കിന് വരുന്ന പ്രവാചകന്മാർ ഒന്നടങ്കം പറഞ്ഞു പോയത് ഖാലൂ അഖറർനാ, ഞങ്ങൾ മുഴുവനും സമ്മതിച്ചിരിക്കുകയാണ് പടച്ചവനെ. ആ മുത്തുനബി എങ്ങാണം വന്നുപോയാൽ ആ പ്രവാചകനെ വിശ്വസിക്കാൻ ഞങ്ങൾ തയ്യാറാ, ആ പ്രവാചകനെ സഹായിക്കാൻ ഞങ്ങൾ തയ്യാറാണ് പടച്ച റബ്ബേ. എന്നിട്ടല്ല പറയുന്നു അതിന് സാക്ഷികൾ വേണം. വെറുതെ നിങ്ങൾ പറഞ്ഞാൽ പോരാ, നിങ്ങളുടെ വെറും വാക്കുകളായി പോകാൻ പാടില്ല, വെറും വാക്കുകളായി മാറാൻ പാടില്ല. മലക്കുകൾ അല്ലാഹു പ്രവാചകന്മാരിൽ നിന്ന് സാക്ഷി വഹിക്കുകയാണ്. എന്താണെന്നറിയുമോ? ഫശ്ഹദൂ, നിങ്ങൾ സാക്ഷി നിൽക്കണം, നിങ്ങളുടെ സാക്ഷിയോടൊപ്പം ഞാനും സാക്ഷിയാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരോട് പറഞ്ഞു കൊടുക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിൻ്റെ പ്രവാചകന്റെ ആഗമനം വരുമ്പോൾ ആ വിളംബരം വന്നുകൂടി അരക്കിട്ടുറപ്പിക്കുന്നത് പോലെ ശക്തിപ്പെടുത്തുകയാണ്. നമുക്കറിയാം പ്രവാചകന്റെ ആഗമനത്തിന് ശേഷം പ്രവാചകനുണ്ടായ അത്ഭുതകരമായ ഒരു യാത്രയെക്കുറിച്ച് കേൾക്കാത്ത ാരുമില്ല. ഇസ്രാ മിഅ്റാജ് എന്ന മനോഹരമായ യാത്ര ലോകത്തിന്റെ മുമ്പിൽ പ്രവാചകൻ കൊടുത്ത അത്ഭുതകരമായ യാത്രയാണ്. നമുക്കറിയാം പ്രവാചകർക്ക് മുമ്പ് പല പ്രവാചകന്മാരും ഇസ്രാ നടത്തിയിട്ടുണ്ടാകാം, പക്ഷേ അല്ലാഹുവിന്റെ പ്രവാചകന് മാത്രമാണ് മിഅ്റാജ് എന്ന മനോഹരമായ യാത്ര കൊടുത്തത്. പ്രവാചകന്മാർക്ക് മുഴുവനും മുമ്പിൽ അല്ലാഹുവിന്റെ റസൂലിനെ ഒന്നുകൂടി വിളംബരം ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ റസൂല് ഈ ലോകത്തേക്ക് ഭൂജാതനാകുമ്പോ പ്രവാചകന്റെ ആഗമനത്തോടുകൂടി പ്രവാചകനെ ഒന്നുകൂടി അല്ലാഹു പരസ്യപ്പെടുത്തുകയാണ്. എങ്ങനെയാണ് പരസ്യപ്പെടുത്തുന്നതെന്നറിയോ? അല്ലാഹു പ്രവാചകനൊരു യാത്ര കൊടുക്കുകയാണ്. എവിടെ നിന്നാണ് യാത്ര തുടങ്ങുന്നതെന്നറിയോ? അത് പരിശുദ്ധമായ മക്കാ മുക്കറബയിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂൽ യാത്ര തുടങ്ങുകയാണ്. എവിടേക്കാണ് യാത്ര പോകുന്നത്? പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ യാത്ര പോകുകയാ. ആരാണ് യാത്രയിൽ സഹബാ കൂട്ടുകാരനായി ഉണ്ടായത്? സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ റസൂലിനോടൊപ്പം കൂട്ടുകാരനായി യാത്ര പോകുകയാ. അല്ലാഹുവിന്റെ റസൂൽ നേരെ മസ്ജിദുൽ ഹറമിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് യാത്ര പോകുമ്പോ ആ ബൈത്തുൽ മുഖദ്ദസിന്റെ പ്രഥമമായ കവാടത്തിലൂടെ പുന്നാര ഹബീബായ നബി തങ്ങൾ കടന്നു ചെല്ലുമ്പോ ആ പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസിൽ കാത്തു നിൽക്കുന്നത് കാലങ്ങൾക്ക് മുമ്പേ കഴിഞ്ഞുപോയ പ്രവാചകന്മാരാ. ഏത് പ്രവാചകന്മാരും അറിയോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം
സ്വലാത്തു വസ്സലാം ഉൾപ്പെടെയുള്ള ഇബ്രാഹിം നബിയും മൂസാ നബിയും ഉൾപ്പെടെയുള്ള ഒരുപാട് പ്രവാചകന്മാർ ബൈത്തുൽ മുഖദ്ദസിൽ കാത്തു നിൽക്കുകയാ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുത്തുനബിയോട് പറഞ്ഞു കൊടുക്കുകയാണ്, തഖദ്ദം ഫസല്ലി ബിഹിം റകഅത്തൈൻ, അവർക്ക് മുമ്പിൽ ഇമാമായി നിസ്കരിക്കൂ നബിയേ. ആരുടെ മുമ്പിൽ നിസ്കരിക്കാനാ അല്ലാഹുവിന്റെ പ്രവാചകനോട് ജിബ്രീൽ പറഞ്ഞത്? അത് പ്രവാചകന്മാരുടെ മുമ്പിൽ ഇമാമായി നിസ്കരിക്കാനാണ്. ഏത് പ്രവാചകന്മാര്? അല്ലാഹുവിന്റെ റസൂല് വരുന്നതിന് മുമ്പ് കരാറ് വാങ്ങിയവരില്ലയോ? എന്റെ പ്രവാചകൻ ഈ ലോകത്തേക്ക് വന്നാൽ ആ പ്രവാചകനെ നിങ്ങൾ വിശ്വസിക്കുമോ? ആ പ്രവാചകനെ നിങ്ങൾ അംഗീകരിക്കുമോ എന്നല്ല ചോദിച്ചു പോയ പ്രവാചകനെ. ആ പ്രവാചകനെ വീണ്ടും പ്രവാചകന്മാരുടെ മുമ്പിലേക്ക് കൊണ്ടുപോയിട്ട് ഒന്നുകൂടി പ്രവാചകനെ ശക്തിപ്പെടുത്തുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ കൽപ്പന പ്രകാരം എല്ലാ പ്രവാചകന്മാർക്കും ഇമാമത്ത് നിന്നല്ലോ. ഒരു ഇമാം എന്ന് പറഞ്ഞാൽ എല്ലാവരും അംഗീകരിക്കുന്നവരാകണമല്ലോ. അങ്ങനെയുള്ള ഇമാമിന്റെ പിന്നിലാണ് എല്ലാവരും മൗമൂമായി നിസ്കരിക്കുക. എല്ലാ പ്രവാചകന്മാരും കാത്തു നിൽക്കുന്ന സമയം പ്രവാചകന് സേവനം ചെയ്യാൻ എല്ലാ പ്രവാചകന്മാരും ബൈത്തുൽ മുഖദ്ദസിൽ കാത്തു നിൽക്കുകയാണ്. على خدمي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. സേവനം ചെയ്യാൻ എത്രയോ പ്രവാചകന്മാർ ബൈത്തുൽ മുഖദ്ദസിൽ ഒരുമിച്ച് കൂടിയല്ലോ. ഞാൻ പറഞ്ഞു വന്നതെന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാ പ്രവാചകന്മാരും വിളംബരം ചെയ്ത, എല്ലാ സമുദായത്തിലേക്കും എല്ലാ പ്രവാചകന്മാരും പരിചയപ്പെടുത്തിയ നമ്മുടെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, ആ പ്രവാചകൻ മക്കയിലേക്ക് കടന്നു വരികയാണ്. ആ ഹബീബ് മക്കയിലോട്ട് കടന്നു വരുമ്പോ മക്കാ നിവാസികൾപ്പെട്ട ജൂതന്മാര് പ്രവാചകനെ സ്വീകരിക്കാൻ അവർക്ക് വൈമനസ്യമുണ്ടായി. മക്കയിലുള്ള ജൂതന്മാരെ പ്രവാചകൻ അംഗീകരിക്കാൻ അവർക്ക് മനസ്സ് വന്നില്ല. എന്തേ അവർ അംഗീകരിക്കാത്തതെന്നറിയോ? അവരുടെ അസൂയയും അഹംഭാവവും കാരണമാണ് അവർ അംഗീകരിക്കാത്തത്. അതല്ല, അവർ പ്രതീക്ഷിച്ച പ്രവാചകൻ, അവരിൽ നിന്നുള്ളൊരു പ്രവാചകനെയാണ് ജൂതന്മാർ പ്രതീക്ഷിച്ചത്. പക്ഷേ അള്ളാഹു കൊടുത്തത് അറബികളിൽ നിന്നുള്ളൊരു പ്രവാചകനെയാണ് അള്ളാഹു കൊടുത്തത്. അതിൻ്റെ അസൂയയുടെ കാരണമാണ് അവർക്കത് വിശ്വസിക്കാൻ തയ്യാറാകാത്തത്. അത് വിശുദ്ധമായ ഖുർആൻ തന്നെ പറഞ്ഞു തരികയാണ്. ജൂതന്മാര് മുത്തുനബിയെ വിശ്വസിക്കാത്തതിന്റെ കാരണം എന്തെന്നറിയോ? അത് അവരുടെ അസൂയയുടെ കാരണമാണെന്ന് ഖുർആൻ തന്നെ പറയുന്നു. അല്ലദീന ആതൈനാഹുമുൽ കിതാബ് യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹും വഇന്ന ഫരീഖം മിൻഹും ലയക്തുമൂനൽ ഹഖ വഹും യഅലമൂൻ. വേദഗന്ധം നൽകപ്പെട്ട ഒരു വിഭാഗം ആളുകൾക്കറിയാം ആരെ കുറിച്ച്, അള്ളാന്റെ റസൂലിനെ കുറിച്ച് അവർക്കറിയാം. എങ്ങനെയാണ് അവർക്ക് പ്രവാചകനെ കുറിച്ച് അറിയാൻ പറ്റിയത്? വേദഗ്രന്ഥത്തിലൂടെ പ്രവാചകന്റെ അടയാളങ്ങൾ അവർ മനസ്സിലാക്കിയവരാ. പ്രവാചകന്റെ കണ്ണിന്റെ അഴക് അവർ മനസ്സിലാക്കിയവരാ. പ്രവാചകന്റെ നുബുവത്തിന്റെ ആ അടയാളം പ്രവാചകനിൽ നിന്നവർ മനസ്സിലാക്കിയവരാ. പ്രവാചകനിൽ ഉണ്ടാകേണ്ട സർവമാന അടയാളങ്ങളും അവർ മനസ്സിലാക്കിയവരാ. അങ്ങനെ മനസ്സിലാക്കിയ വേദഗ്രന്ഥം നൽകപ്പെട്ട ഒരു വിഭാഗം ആളുകള് അവർ നിഷേധികളായി മാറിയല്ലോ. ആ പ്രവാചകൻ വരലോടുകൂടി ആ പ്രവാചകനെ സ്വീകരിക്കാൻ അവർക്ക് മനസ്സ് വന്നില്ല. എന്തേ കാരണമെന്നറിയോ? അത് അവരുടെ അഹങ്കാരത്തിന്റെ ഭാഗമായിട്ടായിരുന്നു അവർ വിശ്വസിക്കാത്തത്. അവരുടെ അസൂയയുടെ കാരണമാണ് അവർ വിശ്വസിക്കാത്തതെന്ത്? വിശുദ്ധമായ ഖുർആൻ. റസൂലുള്ള മക്കയിൽ വന്നപ്പോൾ ജൂതന്മാർ വിശ്വസിച്ചില്ല. കാരണം അവർ അഹങ്കാരത്തോടെ തള്ളിക്കളഞ്ഞു വിശ്വസിക്കാതെ. നിങ്ങൾ കേട്ടുകൊള്ളുക, റസൂലുള്ള പ്രസവിക്കുന്ന രാത്രിയിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രസവം അറിഞ്ഞിട്ടുണ്ട് എന്ന് ലോകത്തിന് വിളംബരം ചെയ്തു കൊടുത്തതൊരു ജൂതനാണ്.
ഒരു ജൂതനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇന്നത്തെ ഈ രാത്രിയിൽ പ്രസവം നടന്നിട്ടുണ്ട് എന്നറിയിച്ചു. എങ്ങനെയെന്നറിയോ അത് കേൾക്കുകയും വരുന്നതിനുള്ള വിഷയം. ഈ 2 മണിക്കൂർ ഇവിടെ നിന്ന് വേസ്റ്റായി പോകരുത്. നല്ല റാഹത്തായി നമുക്ക് പ്രവാചകൻ എന്ന് മനസ്സിലാക്കി പോകണം. അള്ളാഹു തൗഫീഖ് തരുമാറാകട്ടെ. ഇടയ്ക്ക് പായസം തരും ഇൻഷാ അല്ലാഹ്. ഇപ്പോഴല്ല, 1 മണിക്കൂർ കൂടെ കഴിഞ്ഞിട്ട്. അപ്പോൾ ഒന്ന് ഉഷാറാവും. ഉറക്കത്തിൽ നിന്നും കൂടെ എന്താവും, ഉഷാറാവും. ഇതൊന്ന് കട്ട് ചെയ്യണം ഈ പറഞ്ഞതൊക്കെ കേട്ടോ. ഇപ്പോൾ ആൾക്കാരെല്ലാം വാതിന് വരും, അവനഞ്ചേരി പായസം കിട്ടുമെന്നും പറഞ്ഞു. കൊടുക്കുന്നവർക്ക് അള്ളാഹു ബർക്കത്ത് കൊടുക്കട്ടെ. എന്താ ചിലരേ പറഞ്ഞുള്ളൂ. കാരണം ഉള്ള ബർക്കത്തല്ല അദ്ദേഹത്തിന് കിട്ടിയാലും നമ്മൾ പറഞ്ഞിട്ട് എന്താ കാര്യം? അങ്ങനെ ചിന്തിക്കരുത്. അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം തരുമാറാകട്ടെ. അപ്പം റസൂലുള്ളാഹി ജനിച്ചിട്ടുണ്ട് എന്ന് വിളംബരം ചെയ്തതാരാ? ഒരു ജൂതൻ. കേട്ടോളി, എങ്ങനെയാണ് ആ ജൂതൻ വിളംബരം ചെയ്തതെന്നറിയുമോ? അദ്ദേഹം അറബികളോട് വന്ന് പറയുകയാണ്, അറബികളെ, ഇന്നലെ രാത്രിയിൽ ഞാനൊരു സ്വപ്നം കണ്ടിരിക്കുകയാണ്. ഞാനൊരു സംഭവം കണ്ടിരിക്കുകയാണ്. ആകാശലോകത്തൊരു നക്ഷത്രം ഉദിച്ചിരിക്കുകയാണ്. ആ നക്ഷത്രം ഏകമായ നക്ഷത്രമാണ്, ഒരു നക്ഷത്രമാണ്. ആ നക്ഷത്രം ഉദയം ചെയ്തു പോയാൽ ഈ അറേബ്യൻ നാട്ടിൽ ഒരു കുഞ്ഞ് ജനിക്കുമെന്നാണ് പറയപ്പെട്ടിട്ടുള്ളത്. അദ്ദേഹം വേദഗ്രന്ഥങ്ങളിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കിയ അറിവാണ്. ഈ രാത്രിയിൽ ഈ വാനലോകത്ത് തെളിയുന്ന ഏക നക്ഷത്രം ഉദയം ചെയ്തു പോയാൽ ഈ രാത്രിയിലാണ് ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ പറ്റുന്നതെന്ന് അറബികളോട് അദ്ദേഹം വിളിച്ചു പറയുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്ന, അറബികളെ, നിങ്ങൾ മക്കയുടെ പല ഭാഗങ്ങളിലും പോയി നോക്കണോ, ഈ പ്രദേശത്ത് ആരുടെയെങ്കിലും വീട്ടിൽ ഏതെങ്കിലും കുഞ്ഞ് ജനിച്ചിട്ടുണ്ടോ എന്ന്. ആളുകളെല്ലാവരും ഓടിപ്പോകുമ്പോൾ അബ്ദുൽ മുത്തലിബിന്റെ വീട്ടിൽ എന്തോ ഒരു സന്തോഷമാ. അബ്ദുൽ മുത്തലിബിന്റെ വീട്ടിൽ വല്ലാത്ത സന്തോഷമാ. ഈ ജൂതനായ മനുഷ്യൻ നേരെ അങ്ങോട്ട് ചെല്ലുകയാണ്. എന്താ കാരണമെന്നറിയോ? അവിടെയാണ് ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ പറ്റിയ സ്ഥലം. അവിടെ അബ്ദുൽ മുത്തലിബിന്റെ വീട്ടിൽ ഒരു കുഞ്ഞ് ജനിച്ചിട്ടുണ്ട്. എല്ലാവരും വലിയ സന്തോഷത്തിലാണ്. ഈ ജൂതൻ നേരെ അവിടെ ചെല്ലുകയാണ്. ഈ ജൂതൻ നേരെ അവിടെ ചെന്ന് ഈ കുഞ്ഞിനെ കണ്ടപ്പോൾ ബോധം തെക്കെട്ട് താഴേക്ക് വീഴുകയാണ്. ബോധം നഷ്ടപ്പെട്ടുകൊണ്ട് താഴേക്ക് വീഴുകയാണ്. ബോധം തെളിഞ്ഞപ്പോൾ ആളുകൾ ചോദിക്കുന്നു, എന്തേ നിങ്ങൾ ബോധം കെട്ട് താഴെ വീണത്? ആ മനുഷ്യൻ പറഞ്ഞു കൊടുക്കുകയാണ്, ഞാൻ വേദങ്ങളിൽ നിന്ന് വായിച്ചറിഞ്ഞ ഒരു കുഞ്ഞാണ് ഈ ജനിച്ചിരിക്കുന്ന കുഞ്ഞ്. ഈ രാത്രിയിൽ ജന്മം കിട്ടിയ കുഞ്ഞ് ഞാൻ വേദങ്ങളിൽ നിന്നും മനസ്സിലാക്കിയ കുഞ്ഞാണെന്ന് ആ ജൂതൻ വിളിച്ചു പറയുമ്പോ, എന്നിട്ട് ആ ജൂതൻ പറയുകയാണ്, അറബികള്, ഈ കുഞ്ഞാരെന്നറിയോ? ഈ ലോകം മുഴുവനും കീഴടക്കാൻ പറ്റിയ സന്ദേശങ്ങളുമായി ജന്മം കിട്ടിയ കുഞ്ഞാ. ഈ ലോകം മുഴുവനും, ഈ ലോകത്തെ മുഴുവനോ സുന്ദരമായ സന്ദേശങ്ങളെ പകർന്നു കൊടുക്കാൻ കഴിയുന്നൊരു കുഞ്ഞാണ് ഈ കുഞ്ഞെന്ന് ആ ജൂതൻ പോലും വിളിച്ചു പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനു മുമ്പേ തന്നെ റസൂലുള്ള വരുന്നതിന് മുമ്പേ അവരുടെ ഇടയിൽ സംഘടനകൾ പലതും നടക്കാറുണ്ടായിരുന്നു. ശരി തിരിഞ്ഞവർ പരസ്പരം അടികൂടുന്ന വിഭാഗമായിരുന്നു. ആ സമയത്ത് പോലും അവർ ദുആ ചെയ്തത് ഒരേ ഒരു പ്രാർത്ഥനയാണ്. എന്ത് പ്രാർത്ഥനയാണെന്നറിയോ? അല്ലാഹുമ്മ അൻസുർനാ ബിന്നബിയിൽ മബ്ഊസ് ഫീ ആഖിരിസ് സമാൻ. അല്ലാഹുമ്മ അൻസുർനാ, പടച്ചവനെ നീ ഞങ്ങളെ സഹായിക്കണേ അല്ലാഹ്. അവസാന കാലം ഒരു പ്രവാചകൻ കടന്നു വരാറുണ്ട്. പഠിച്ചവര്, ആ പ്രവാചകനെ കൊണ്ട് നീ ഞങ്ങളെ സഹായിക്കണേ അല്ലാഹ്. എപ്പോഴാ അവര് ദുആ ചെയ്തത്? റസൂലുള്ള വരുന്നതിന് വർഷങ്ങൾക്ക് മുമ്പേ അവര് ദുആ ചെയ്തവരാ. ആരെ കൊണ്ടാ ദുആ ചെയ്തത്? അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ട് ദുആ ചെയ്തു അത്രേ. വിശുദ്ധ ഖുർആൻ അത് വിശദീകരിക്കുന്നുണ്ട്. വകാനൂ യസ്തഫ്തിഹൂന മിൻ ഖബൽ അല്ലാഹുവിന്റെ റസൂൽ വരുന്നതിന് മുമ്പ് പോരാട്ട ഭൂമിയിൽ വെച്ചവര് പ്രവാചകനെ കൊണ്ട് ദുആ എന്നവരാണ്. അല്ലാഹുവിന്റെ റസൂൽ വന്നിട്ടില്ല. പ്രവാചകൻ വരുന്നതിന് മുമ്പേ ആ പ്രവാചകനെ കൊണ്ട് അവർ ദുആ ചെയ്ത അല്ലാഹുവിന്റെ പ്രവാചകൻ അവരിലേക്ക് വന്നപ്പോൾ അവർ വിശ്വസിക്കാൻ അവർ തയ്യാറായില്ല. അതെന്തേ? ഖുർആൻ തന്നെ പറയുന്നു, ഫലമ്മാ ജാ
جاءهم ما عرفوا كفروا به فلعنة الله على الكافرين. അവർ മനസ്സിലാക്കിയ സത്യം പ്രവാചകൻ അവരുടെ മുമ്പിലേക്ക് വന്നപ്പോൾ അവർ തള്ളിക്കളയുകയാണ്. അവർ വിശ്വസിക്കാൻ അവർ തയ്യാറായില്ല. എന്തേ കാരണമെന്നറിയോ? അത് അഹങ്കാരത്തിന്റെ തള്ളലായിരുന്നു, അത് അഹംഭാവമായിരുന്ന പ്രവാചകൻ അവർ വിശ്വസിക്കാത്തത്. അതുകൊണ്ട് അല്ലാഹു പറഞ്ഞു ഫലഅനത്തുല്ലാഹി അലൽ കാഫിരീൻ. വിശ്വസിക്കാത്ത സത്യനിഷേധികളുടെ മേലാണ് അല്ലാഹുവിന്റെ ശാപമെന്ന് വിശുദ്ധ ഖുർആൻ. അവര് മനസ്സിലാക്കിയ പ്രവാചകൻ വേദഗ്രന്ഥങ്ങളിലൂടെ മനസ്സിലാക്കി, എല്ലാ നിലയിലുള്ള അടയാളങ്ങളും അവർ കാണാൻ കഴിഞ്ഞു. ആ പ്രവാചകൻ വന്നപ്പോൾ അവർ വിശ്വസിച്ചില്ല, അവർ തള്ളിക്കളഞ്ഞു. അല്ലാഹു പറഞ്ഞു വിശ്വസിക്കാത്തവർക്കാണ് നാശമുള്ളത്. അള്ളാഹു ആ മുത്തുനബിയെ സ്വീകരിക്കാനുള്ള ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഒരു 3 സ്വലാത്ത് പറഞ്ഞേ. സല്ലല്ലാഹു അലാ മുഹമ്മദ്. അല്ലാഹു ഈ സ്വലാത്ത് കൊണ്ട് നമ്മളെ വിജയിക്കുമാറാകട്ടെ. സ്വലാത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു ഒരുപാട് നന്മ പ്രദാനം ചെയ്യുമാറാകട്ടെ. വീണ്ടും ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരികയാണ്. മുത്തുനബിയുടെ ജന്മം മുതൽ ഈ ലോകം മുഴുവനും പ്രകാശിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. അല്ലാഹുവിൻ്റെ റസൂൽ ജന്മമെടുത്തത് മുതൽ ഈ ലോകം മുഴുവനും പ്രകാശിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. ഇന്നും നമ്മൾ അസ്ർ നിസ്കാരം കഴിഞ്ഞ് പാടിയവരില്ലയോ? നമ്മളെന്നും പാടുന്ന മൗലിദിന്റെ വരിയിൽ ഒരു വരിയുണ്ട്. തറദ്ദാലി മൗലൂദിൽ അല്ലാ അസ്ബിനൂരിഹി ജമീഉ ഫിജാജിൽ അർളി ഖൗഫം മിനർ റഅബീം. മക്കയിൽ ബിംബങ്ങൾ തലകുത്തി വീണു എന്ന് നമ്മൾ കേട്ടിട്ടുള്ളവരാണ്. എന്തേ ബിംബങ്ങൾ തലകുത്തി വീഴാനുള്ള കാരണമെന്ത്? ഒരു ബിംബത്തിന്റെ ഉള്ളിൽ നിന്ന് ആ ശബ്ദം പുറത്തേക്ക് വരികയാണ്. തറദ്ദാലി മൗലൂദ്. ഒരു കുഞ്ഞ് ജനിച്ചതിന്റെ പേരിലാണ് ഈ ബിംബങ്ങൾ തലകുത്തി വീഴുന്നത്. അല്ലാ അസ്ബിനൂരിഹി. ആ കുഞ്ഞിന്റെ ജന്മത്താൽ ഈ ഭൂമുഖം മുഴുവനും പ്രകാശപൂരിതമായിരിക്കുകയാണ്. ഈ കുഞ്ഞ് ജനിച്ചതോടുകൂടി ഈ ഭൂമുഖം ആകെ പ്രകാശപൂരിതമായിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ജന്മദിനത്തോടുകൂടി ഈ ലോകം മുഴുവനും പ്രകാശിക്കാൻ തുടങ്ങിയെന്ന് നമ്മൾ പാടുന്ന ബൈത്തിലൂടെ നമ്മൾ കേൾക്കുന്നവരാ. തറദ്ദാലി മൗലൂദിൽ. ഇടയ്ക്കെന്താ കട്ടാവണം? തറദ്ദാലി മൗലൂദിൽ അല്ലാ അസ്ബിനൂരിഹി ജമീഉ ഫിജാജിൽ അർളി ഖൗഫം മിനർ റഅബീ. ആ കുഞ്ഞിന്റെ ജന്മദിനത്തോടുകൂടിയാണ്, ആ കുഞ്ഞിന്റെ പിറവിയോടുകൂടിയാണ് ഈ ലോകം മുഴുവനും പ്രകാശിക്കാൻ തുടങ്ങിയത്. സഹോദരങ്ങളെ, നമ്മുടെ ഹബീബാരാണെന്നറിയോ? ലോകത്തിന്റെ സർവമാന ആളുകളിലേക്കും നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ്. ലൂത്ത് നബി എന്ന പ്രവാചകൻ 7 നഗരങ്ങളിലേക്ക് അല്ലാഹു നിയോഗിച്ച പ്രവാചകനാ. ലൂത്ത് നബിയെ 7 നഗരങ്ങളിലേക്ക് അല്ലാഹു നിയോഗിച്ച പ്രവാചകനാണ്. മൂസാ നബിയെ 12 പ്രദേശങ്ങളിലേക്ക് അല്ലാഹു നിയോഗിച്ച പ്രവാചകനാ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ നിശ്ചിത സ്ഥലങ്ങളിലേക്ക് അല്ലാഹു നിയോഗിച്ച പ്രവാചകനാ. അല്ലാഹുവിന്റെ റസൂൽ എന്ന ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ലോകത്തിന്റെ മുഴുവനും പ്രവാചകനാണ്. പ്രവാചകൻ ജനിച്ചത് മക്കയാണ്. മക്കയെന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ഒറ്റ നടുവാണ്. ആ നടുവിൽ നിന്നാണ് ലോകത്തിന്റെ നാനാഭാഗത്തേക്ക് പ്രകാശങ്ങൾ കടന്നുപോയത്. മക്ക ഭൂമിയുടെ നടുക്ക് ഭാഗമാണ്, അറിയില്ലേ? മക്ക എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ നടുഭാഗമാണ് അല്ലേ? സംശയമുണ്ടോ ആർക്കെങ്കിലും? സംശയമില്ലല്ല? എന്തെങ്കിലും ഉണ്ടാത്ത? ഇല്ല ഇൻഷാ അല്ലാഹ്. ഇടയ്ക്ക് നിങ്ങൾ അനങ്ങണമെന്ന് നിങ്ങൾ ചോദിക്കണ്ടേ, അതുകൊണ്ടാണ്. നിങ്ങൾക്ക് അറിയാം നടുക്കാണെന്ന്. അപ്പൊ ഏതായിരുന്നാലും ഭൂമിയുടെ നടുഭാഗത്താണ് മക്ക. ആ മക്കയിലാണ് ആര് ജനിച്ചത്?
അള്ളാഹുവിന്റെ പ്രവാചകൻ ജനിച്ചത് ആ നടുഭാഗത്തിൽ നിന്നാണ് പ്രകാശം ലോകത്തിന്റെ നാനാഭാഗത്തേക്കും പൊട്ടിപ്പുറപ്പെട്ടത്. നടുഭാഗമാകുന്ന മക്കയിൽ നിന്ന് ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് പ്രകാശം പൊട്ടിപ്പുറപ്പെട്ടു. കേട്ടുകൊള്ളുക, ആ നബിയുടെ പ്രകാശത്തെയാണ് അല്ലാഹു ആദ്യമായി സൃഷ്ടിച്ചതെന്ന് നമുക്കറിയാം. അത് വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു തന്നെ പറഞ്ഞു തരികയാണ്. ഖദ് ജാഅക്കും മിനല്ലാഹി നൂർ വ കിതാബും മുബീൻ. ആ പ്രകാശത്തിൽ നിന്നാണ് മനുഷ്യന്റെ ജനനമുണ്ടാകുന്നത്. ആ പ്രകാശത്തിൽ നിന്നാണ് മനുഷ്യൻ ജീവിക്കുന്നത്. ആ പ്രകാശത്തിൽ നിന്നാണ് മനുഷ്യൻ കുടിക്കുന്നത്. ആ പ്രകാശത്തിൽ നിന്നാണ് മനുഷ്യൻ ജീവിക്കുന്നത്. അതുകൊണ്ടല്ലേ ഒരു കവി പോലും പറഞ്ഞു പോയത്, ബിനൂരി റസൂലില്ലാഹി അശ്റഖത്തിദ് ദുനിയാ ഫഫീ നൂരിഹി കുല്ലു യജീഉ വയദ്ഹബു ബിനൂരി റസൂലില്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിന്റെ നൂറ് കൊണ്ടാ. ഏത് നൂറാണ് റസൂലുള്ളാഹിന്റെ നൂറ്? പ്രവാചകന്റെ പ്രകാശം പറയാ നമ്മളെ കൊണ്ട് കഴിയൂല. ആയിഷ ബീബി പറഞ്ഞതുപോലെ റസൂലുള്ളാഹിന്റെ നൂറ് പറയാ നമ്മളെ കൊണ്ട് കഴിയൂല. അങ്ങനെയുള്ള നൂറിന്റെ ഉടമയായ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറ് കൊണ്ടാണ് ഈ കാണുന്ന ലോകം മുഴുവനും പ്രകാശിച്ചു നിൽക്കുന്നത്. ഫഫീ നൂരിഹി, ആ നൂറിൽ നിന്നാണ് കുല്ലു യജീഉ വയദ്ഹബു, ആഗമന നിർഗമനങ്ങൾ മുഴുവനും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, വരുന്നതും പോകുന്നതും അത് മുഴുവനും മുത്തുനബിയുടെ നൂറിൽ നിന്നാണ്. ആ നൂറിനെ കുറിച്ചാണ് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്. ഖദ് ജാഅക്കും മിനല്ലാഹി നൂർ, നിങ്ങൾക്ക് അല്ലാഹുവിൽ നിന്ന് പ്രകാശം വന്നിട്ടുണ്ട്. ഏത് പ്രകാശമാണ്? മുത്തുനബി എന്ന പ്രകാശത്തെ കുറിച്ചാണ് വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്. അല്ലാഹു ഖുർആനിൽ ആ നബിയെ നൂറെന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. ആ നബിയുടെ നൂറ് നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. മാത്രമല്ല മുത്തുനബിയെ കുറിച്ച് പൂർവകാല വേദഗ്രന്ഥങ്ങളിൽ പോലും പരിചയപ്പെടുത്തിയത് എന്തെന്നറിയോ? മക്തൂബൻ ഇൻദഹും ഫിത്തൗറാത്തി വൽ-ഇൻജീൽ, മുൻകഴിഞ്ഞു പോയ തൗറാത്തിലും ഇൻജീലിലും രേഖപ്പെടുത്തപ്പെട്ടു പോയ ആ ഒരു പ്രവാചകനാണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ നൂറാണെന്ന് നമ്മൾ പറഞ്ഞു. ആ നൂറിനെ കുറിച്ച് വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറഞ്ഞ് നമ്മളെ പരിചയപ്പെടുത്തുകയാണ്. എന്നിട്ടല്ല പറഞ്ഞത് എന്തെന്നറിയോ? ഈ പ്രവാചകനെ കുറിച്ചാണ് കാലങ്ങൾക്ക് മുമ്പേ കടന്നു വന്ന സകലമായ പ്രവാചകന്മാരും പരിചയപ്പെടുത്തി കൊടുത്തത്. ആ പ്രവാചകനെ കുറിച്ച് തൗറാത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആ പ്രവാചകനെ കുറിച്ച് ഇൻജീലിലും പറഞ്ഞിട്ടുണ്ട്. ആ പ്രവാചകൻ വരാൻ വേണ്ടി കാത്തിരുന്ന പ്രവാചകന്മാരുമുണ്ടായിരുന്നു. കേട്ടുകൊള്ളുക, റസൂലുള്ള തന്നെ പറഞ്ഞല്ലോ, അനദഅവത്തു ഇബ്രാഹീം, അനദഅവത്തു അബീ ഇബ്രാഹീം, ഞാൻ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയുടെ ഫലമാണെന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. എന്തേ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ ചെയ്തതെന്നറിയുമോ? ഇബ്രാഹിം നബി ദുആ ചെയ്തത് വിശുദ്ധമായ കഅബാലയത്തിന്റെ നിർമ്മാണം അവസാനിക്കുകയാണ്. നമ്മൾ ദിവസവും 17 പ്രാവശ്യം തിരിഞ്ഞു നിൽക്കുന്ന പരിശുദ്ധമായ കഅബ ശരീഫില്ലയോ? ആ കഅബ ശരീഫിന്റെ നിർമ്മാണം പൂർത്തിയായതിനു ശേഷം സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹീം അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്യുകയാണ്. റബ്ബനാ وابعث فيهم رسولا منهم يتلو عليهم آياتك ويعلمهم الكتاب والحكمة ويزكيهم إنك أنت العزيز الحكيم. പരിശുദ്ധമായ കഅബാലയത്തിന്റെ നിർമ്മാണം കഴിഞ്ഞതിന് ശേഷം ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ ചെയ്യുകയാണ്. റബ്ബനാ
അല്ലാഹുക്കണയല്ലാ. ഏത് പ്രവാചകനാണെന്നറിയോ? ഇസ്ലു അലൈഹിം ആയാതിക, നിന്റെ വേദഗ്രന്ഥങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റിയ പ്രവാചകൻ, നിന്റെ വേദഗ്രന്ഥങ്ങളും അതിന്റെ വ്യാഖ്യാനങ്ങളും പഠിപ്പിച്ചിട്ട് അവരുടെ ചാബല്യങ്ങളും മുഴുവനും മാറ്റിക്കളയാൻ പറ്റിയ ഒരു പ്രവാചകൻ അവരിലേക്ക് നീ നിയോഗിക്കണയല്ലാ. ആരാ ദുആ ചെയ്തേ? ആരാ ദുആ ചെയ്തേ? ഇബ്രാഹിം നബി. എപ്പോഴാ ദുആ ചെയ്തേ? കഅബയുടെ നിർമ്മാണം കഴിഞ്ഞു. ആ ഇബ്രാഹിമിന്റെ പ്രാർത്ഥനയാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു പ്രവാചകൻ വരുന്നതിന് മുമ്പേ പല പ്രവാചകന്മാരും വന്നു പോയിട്ടുണ്ട്. ആ പ്രവാചകന്മാർ വരുന്നതിന് മുമ്പേ ഒരു പ്രവാചകൻ മാത്രം, ആ പ്രവാചകൻ വരുന്നതിന് മുമ്പേ പല ആളുകളും വിശ്വസിച്ചു. അതാണ് അത്ഭുതം. മഹാന്മാർ വിശദീകരിക്കുന്നുണ്ട്. റസൂലുള്ള വരുന്നതിന് മുമ്പേ നബി തങ്ങൾ വിശ്വസിച്ചു എന്നാണ്. ഓ, അപ്പോൾ നമ്മുടെ നബിയുടെ പവർ എന്താ? സാധാരണ പവറാണോ? ആണോ? അല്ല. നബി തങ്ങൾ വന്നിട്ടില്ല, വരുന്നതിന് മുമ്പേ തന്നെ സകലമാന ആളുകളും നബി തങ്ങൾ വിശ്വസിച്ചു. അവര് കേട്ടിട്ടില്ലേ നിങ്ങൾ? അള്ളാഹുവിന്റെ റസൂല് വരുന്നതിന് മുമ്പ് 600 വർഷങ്ങൾക്ക് മുമ്പ് സാഹിബ് യാസീൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഹബീബുൻ നജ്ജാർ നമ്മൾ കേട്ടിട്ടുണ്ട്. യാസീൻ സൂറത്ത് പാരായണം ചെയ്യുമ്പോൾ ആ ഹബീബുൻ നജ്ജാറിനെ കുറിച്ച് നമ്മൾ ഓർക്കുന്നവരാണ്. ഹബീബുൻ നജ്ജാർ മുത്തുനബി തങ്ങൾ വരുന്നതിന് മുമ്പേ വിശ്വസിച്ച മഹാനാണ്. റസൂലുള്ള വരുന്നതിന് 6 നൂറ്റാണ്ട് മുമ്പാണ് നബി തങ്ങൾ വിശ്വസിച്ചത്. റസൂലുള്ള വന്നിട്ടില്ല, അതിനു മുമ്പേ തുബ്ബ രാജാവ് നബി തങ്ങളെ കൊണ്ട് വിശ്വസിച്ചിട്ടുണ്ട്. തുബ്ബ രാജാവ് 900 വർഷങ്ങൾക്ക് മുമ്പ്. റസൂലുള്ള മദീനയിലേക്ക് വന്നിട്ടില്ല, പ്രവാചകൻ ജനിച്ചിട്ടില്ല. അതിനു മുമ്പേ തുബ്ബ രാജാവ് പോലും മുത്തുനബിയെ വിശ്വസിച്ചിരിക്കുകയാം. കേട്ടുകൊള്ളുക. ആരാ തുബ്ബ രാജാവെന്നറിയോ? മദീന ആക്രമിക്കാൻ വേണ്ടി തുബ്ബ രാജാവ് കടന്നു വരികയാണ്. മദീന ആക്രമിക്കാൻ തുബ്ബ രാജാവ് കടന്നു വരുമ്പോ മദീനയിലെ പുരോഹിതന്മാര് പറഞ്ഞ്, ആക്രമിക്കല്ല രാജാ, ഈ മദീന ആക്രമിക്കാൻ പറ്റിയ നാടല്ല. ഈ മദീന നിവാസികളുടെ വർത്തമാനം കേട്ടപ്പോൾ രാജാവ് അക്രമം നിർത്തുകയാണ്. അക്രമം നിർത്തിയതിന്റെ കാരണം എന്തെന്നറിയോ? മദീനക്കാർക്ക് എന്തോ ഒരു സ്നേഹമാണ്. മദീനക്കാരുടെ സ്നേഹം പറഞ്ഞു തീർക്കാൻ പറ്റാത്ത സ്നേഹത്തിന്റെ ഉടമകളാ മദീനക്കാരും. മദീനക്കാർക്ക് ഇപ്പോഴും മദീനയിൽ പോയാൽ നമുക്കറിയാം എന്തോ ഒരു സ്നേഹമാണ് അൻസാറുകൾക്ക്. അത് പാരമ്പര്യമായി അവർക്ക് കിട്ടിയ സ്നേഹമാണ്. ഈ തുബ്ബ രാജാവ് മദീന ആക്രമിക്കാൻ വരുമ്പോൾ, അക്രമം കഴിഞ്ഞിട്ട് രാത്രിയിൽ അദ്ദേഹം എവിടെയെങ്കിലും വിശ്രമിക്കാൻ പോയി കിടക്കുമ്പോൾ മദീനക്കാർ വന്ന് സ്നേഹാദരവോടെ ചോദിക്കും, നിങ്ങൾ ഭക്ഷണം കഴിച്ചോ? നിങ്ങൾക്ക് കിടക്കാൻ നല്ല സൗകര്യമുണ്ടോ? ഈ ഇത്രയും വലിയ സ്നേഹത്തിന്റെ ആ ഒരു ഉടമകളെ ഇദ്ദേഹം യമനിൽ പോലും കണ്ടിട്ടില്ലെന്ന് ചരിത്രം പറയുമ്പോ, തുബ്ബ രാജാവ് യമനിൽ പോലും സ്നേഹമുള്ള ഇത്ര നല്ല ആളുകളെ കണ്ടിട്ടില്ല. അക്രമം നിർത്തിവെക്കുകയാണ്. നിർത്തിവെച്ചതിന് ശേഷം അദ്ദേഹം ചെയ്ത പണി എന്തെന്നറിയോ? അല്ലാഹുവിന്റെ റസൂലിന് താമസിക്കാൻ 2 നിലയുള്ള ഒരു ബിൽഡിംഗ് അദ്ദേഹം അവിടെ പണിയുകയാണ്. ആരാ പണിയുന്നത്? തുബ്ബ രാജാവ്. നബി തങ്ങൾ വന്നിട്ടുണ്ടോ? ഇല്ല. നിബിധങ്ങൾ വരുന്നതിന് 900 വർഷങ്ങൾക്ക് മുമ്പ് തുബ്ബ രാജാവ് ബിൽഡിംഗ് പണിയുകയാണ്. എന്നിട്ട് ആ ബിൽഡിങ്ങിന്റെ നിർമ്മാണം പൂർത്തിയായതിനു ശേഷം ഒരു വിഭാഗം ആളുകളെ വിളിച്ചിട്ട് അതിന്റെ ചാവി അവരുടെ കൈകളിലേക്ക് ഭദ്രമായി ഏൽപ്പിക്കുകയാണ്. എന്നിട്ട് അവര് പറഞ്ഞു, അവസാന കാലഘട്ടത്തിൽ ഒരു പ്രവാചകൻ ഇവിടെ വരാനുണ്ട്. ആ പ്രവാചകന് താമസിക്കാനുള്ള വീടാണ് ഞാൻ ഈ പണിതിരിക്കുന്നത്. ആ പ്രവാചകന് താമസിക്കാനുള്ള സൗകര്യങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കുക. എന്നിട്ട് തുബ്ബ രാജാവ് മനുഷ്യരുടെ കയ്യിലേക്ക് ഒരു കത്ത് കൂടി എഴുതി കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് മദീനയിലേക്ക് കടന്നു വന്നില്ലേ സഹോദരങ്ങളെ? ഹബീബായ പ്രവാചകൻ മദീനയിലേക്ക് കടന്നു വരുമ്പോ ആളുകളെല്ലാം നബിതങ്ങളെ സ്വീകരിക്കാൻ മദീനയിൽ കാത്തു നിൽക്കുകയാണ്. എന്റെ വീട്ടിൽ വരൂ നബിയേ, ഇന്നത്തെ രാത്രിയിൽ എന്റെ വീട്ടിലൊന്ന് കിടക്കാം ഹബീബേ, എന്റെ വീട്ടിൽ നിങ്ങൾക്കൊന്ന് വസിക്കാറുള്ള സൗകര്യം ഞാൻ ചെയ്തിട്ടുണ്ട്. വീടുകൾ മുഴുവനും അലങ്കരിച്ചിരിക്കുകയാണ്. മദീനയിലോട്ട് വരുന്ന ഹബീബിനെ സ്വീകരിക്കാൻ അല്ലാഹുവിന്റെ റസൂൽ ഒട്ടകപ്പുറത്താണ് മക്കയിൽ നിന്ന് മദീന
മദീനയിലോട്ട് വരുന്നത്. എല്ലാവരും ഒട്ടകത്തിന്റെ കടിഞ്ഞാണ് പിടിക്കാൻ വേണ്ടി നോക്കുകയാണ്. മുന്നാര ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, വേണ്ട വേണ്ട, ഈ ഒട്ടകത്തിന്റെ കടിഞ്ഞാട് നിങ്ങൾ പിടിക്കണ്ട. ഇതൊരു സാധാരണ ഒട്ടകത്തെ പോലെയല്ല, നിങ്ങളുടെ വീടുകൾ വളർത്തുന്ന ഒട്ടകത്തെ പോലെയല്ല ഈ ഒട്ടകം. ആ ഒട്ടകത്തിന് നിർദ്ദേശമുണ്ട്, ദഊഹാ ഫഇന്നഹാ മഅ്മൂറാ. അല്ലാഹുവിന്റെ റസൂൽ അവരോട് പറയുകയാണ്, ഈ ഒട്ടകത്തെ നിങ്ങൾ വിട്ടുകൊള്ളുക. ഈ ഒട്ടകം എവിടെയാണ് മുട്ടുകുത്തുന്നത്, അവിടെ ഞാൻ താമസിക്കുമെന്ന് റസൂലുള്ള പറഞ്ഞ ആ സമയത്ത് അവർ ഒട്ടകത്തെ വിടുകയാണ്. ഈ ഒട്ടകം പോയി മുട്ടുകുത്തിയത് എവിടെയാണെന്നറിയോ? അന്ന് തുബ്ബ രാജാവ് പണിതു കൊടുത്ത വീടാണ്. ആ വീട്ടിൽ ആരാ താമസിക്കുന്നതെന്നറിയോ? സയ്യിദുനാ അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു തആല താമസിക്കുന്ന വീടാണ്. അബൂ അയ്യൂബ് അൽ അൻസാരിയുടെ വീട്ടിൽ അല്ലാഹുവിന്റെ റസൂൽ താമസിക്കുമ്പോ തുബ്ബ രാജാവ് എഴുതി കൊടുത്ത കത്ത് അല്ലാഹുവിന്റെ റസൂലിലേക്ക് കൈമാറുകയാണ്. അദ്ദേഹം പറഞ്ഞത് എന്തെന്നറിയോ? അല്ലാഹുവിന്റെ തിരുദൂതരായ പ്രവാചകൻ എഴുതി കൊടുത്ത് കത്തിൽ തുബ്ബ രാജാവ് പറയുകയാണ്, രാജാവേ, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങ് വരുന്നതിന് മുമ്പ് ഞാൻ അങ്ങയെ വിശ്വസിച്ചിട്ടുണ്ട് നബിയേ. അങ്ങ് വരുന്നതിന് മുമ്പ് ഞാൻ അങ്ങയെ വിശ്വസിച്ചിട്ടുണ്ട് നബിയേ. അള്ളാഹുവിന്റെ റസൂലിന് ഒരു കത്ത് എഴുതിയിട്ടാണ് രാജാവ് കൂടെ പോകുന്നത്. വിധങ്ങളുടെ കയ്യിലേക്ക് ആ കത്ത് കിട്ടുമ്പോൾ രാജാവ് പറഞ്ഞത് എന്തെന്നറിയോ? അള്ളാഹുവിന്റെ റസൂലിനോട് പറയുന്നു, നബിയെ, അങ്ങയെ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുകയാണ്, പക്ഷേ ഒരു അപേക്ഷയുണ്ട്. നാളെ പരലോകത്തങ്ങ് വരുമ്പോ മറ്റാർക്കും കൊടുക്കാത്തൊരു സൗഭാഗ്യം അല്ലാഹു അങ്ങേക്ക് തരുമല്ലോ നബിയേ. ഒരു മഹത്തായ ശഫാഅത്ത് എന്ന് പറയുന്ന അനുഗ്രഹമാകുന്ന ആ സുന്ദരമായ സൗഭാഗ്യം അല്ലാഹു അങ്ങേക്ക് തരുമ്പോ ആ ശഫാഅത്തിൽ എന്നെ കൂടി ഉൾപ്പെടുത്തണേ നബിയേ. ആ കത്ത് വായിച്ചിട്ട് ആ സമയം മുതൽ ഈ സമയം വരെ കൂട്ടി നോക്കിയപ്പോൾ ഏകദേശം 9 നൂറ്റാണ്ട് പിന്നിട്ടിട്ടുണ്ട്. 900 വർഷം. എന്നാലോചിച്ച് നോക്കിയേ, തുബ്ബ രാജാവ് കത്തെഴുതി കൈമാറിയിട്ട് നബിതങ്ങൾ ആ മദീനത്ത് വന്ന് താമസിക്കുമ്പോൾ എത്ര വർഷമായിട്ടുണ്ട്? 900 വർഷമായിട്ടുണ്ട്. ആ 900 വർഷങ്ങൾക്ക് മുമ്പേ ആരാരെ വിശ്വസിച്ചു? തുബ്ബ രാജാവ് ആരെ വിശ്വസിച്ചിട്ടുണ്ട്? അള്ളാഹുവിന്റെ റസൂലിനെ വിശ്വസിച്ചിട്ടുണ്ട്. ആലോചിച്ച് നോക്കി, ഒരു പ്രവാചകന്മാർക്ക് ആ ഭാഗ്യം അള്ളാഹു കൊടുത്തിട്ടില്ല. ഒരു പ്രവാചകന്മാർക്കും കൊടുത്തിട്ടില്ല. 600 വർഷങ്ങൾക്ക് മുമ്പാണ് സാഹിബിൻ നജാർ വിശ്വസിച്ചത്. 900 വർഷങ്ങൾക്ക് മുമ്പാണ് തുബ്ബ രാജാവ് വിശ്വസിച്ചിട്ടത്. ഒന്ന് ആലോചിച്ച് നോക്കീൻ. അങ്ങനെയുള്ള ലോകമറിഞ്ഞ പ്രവാചകൻ നമ്മുടെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ആ മുത്തുനബിയുടെ സ്നേഹം നമുക്ക് തരുമാറാകട്ടെ. ആ മുത്തുനബിയെ കൊണ്ട് വിജയിക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. ആ മുത്തുനബിയോടൊപ്പം നാളെ പടച്ചവന്റെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂടാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ടാണ് ആ ഹബീബായ പ്രവാചകന്റെ കീർത്തനങ്ങൾ ലോകം മുഴുവനും ഓരോ ദിവസം കഴിയുന്തോറും ഇങ്ങനെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹബീബിന്റെ കീർത്തനങ്ങളാണ് ഓരോ ദിവസങ്ങൾ കഴിയുന്തോറും നമുക്ക് കേൾക്കാനുള്ളത്. ആ കീർത്തനം നിലനിർത്താനാണ് വിശുദ്ധമായ ഖുർആൻ അല്ലാഹു ഇറക്കിയത്. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹഫിളൂൻ.
അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറയുകയാണ്, ഈ വിശുദ്ധമായ ഖുർആനിനെ നമ്മൾ ഇറക്കിയല്ലോ, ഈ ഖുർആൻ ഇറക്കിയത് നമ്മളാ. വഇന്നാ ലഹു ലഹാഫിളൂൻ, ഇതിന്റെ സംരക്ഷണവും നമ്മുടെ കൈകളിലാണ്. അല്ലാഹു ഖുർആൻ ഇറക്കിയിട്ട് ആ ഖുർആൻ മാത്രമാണോ സംരക്ഷിക്കുന്നത്? ആ ഖുർആനിന്റെ വ്യാഖ്യാനങ്ങൾ മാത്രമാണോ സംരക്ഷിക്കുന്നത്? അല്ലാഹു ഖുർആനിനെയും അതിന്റെ വ്യാഖ്യാനങ്ങളും മുഴുവനും ഖിയാമത്ത് നാൾ വരെ സംരക്ഷിക്കുമല്ലോ. എന്തേ കാരണമെന്നറിയോ? ആ ഖുർആനിന്റെ വ്യാഖ്യാനങ്ങളിലാണ് മുത്തുനബി തങ്ങളെ കുറിച്ച് അല്ലാഹു പറയുന്നത്. ആ വ്യാഖ്യാനങ്ങളിലാണ് ഹബീബിനെ കുറിച്ച് അല്ലാഹു പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഖിയാമത്ത് നാൾ വരെ ഈ ഖുർആനിനെ നിലനിർത്തുമ്പോ അതിന്റെ വ്യാഖ്യാനങ്ങൾ അല്ലാഹു നിലനിർത്തുമെന്ന് വിശുദ്ധ ഖുർആൻ. ഇന്നാ അർസൽനാക ശാഹിദൻ വ മുബശ്ശിറൻ വ നദീറാ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറാ. ഇന്നാ അർസൽനാക ശാഹിദൻ വ മുബശ്ശിറാ, നബിയേ അങ്ങയെ നമ്മൾ നിയോഗിച്ചത് ഷാഹിദായിട്ടാണ് നബിയേ, അങ്ങയെ നമ്മൾ നിയോഗിച്ചത് നദീറായിട്ടാണ് നബിയേ. എന്താ ഷാഹിദെന്നറിയോ? എന്താ ഷാഹിദെന്നറിയോ? നാളെ പരലോകത്ത് വിശ്വസിച്ചവർക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന പ്രവാചകരായിട്ടാണ് അങ്ങയെ നമ്മൾ നിയോഗിച്ചത്. വനദീറോ, വിശ്വസിക്കാത്തവർക്ക് പ്രതികൂലമായി സാക്ഷി നിൽക്കുന്നവരായിട്ടാണ് അങ്ങയെ നമ്മൾ നിയോഗിച്ചത്. എന്നിട്ട് അല്ലാഹു പറയുന്നു വമുബശ്ശിറൻ വനദീറാ, അതെ നാളെ പടച്ചവന്റെ മുമ്പിൽ രക്ഷപ്പെടാനുള്ള സുഹൃതങ്ങൾ ചെയ്തവർക്ക് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുന്നവരായിട്ടാണ് അങ്ങയെ നമ്മൾ നിയോഗിച്ചിട്ടുള്ളത്. വനദീറാ, വിശ്വസിക്കാത്തവർക്ക് താക്കീതുകാരനായിട്ടാണ് അങ്ങയെ നമ്മൾ നിയോഗിച്ചിട്ടുള്ളതെന്ന് വിശുദ്ധമായ ഖുർആൻ. എന്നിട്ട് അല്ലാഹു രണ്ടാമത്തെ ആയത്തിലൂടെ പറഞ്ഞതെന്തെന്നറിയോ? വദാഇയൻ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് പ്രബോധനം ചെയ്യുന്ന ആളായിട്ടാണ് നബി അങ്ങയെ നമ്മൾ നിയോഗിച്ചിട്ടുള്ളത്. പ്രവാചകന്റെ പ്രബോധനം ലോകത്ത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുമല്ലോ. എങ്ങനെയാ പ്രവാചകന്റെ പ്രബോധനം നിലനിൽക്കുന്നത്? അത് പണ്ഡിതന്മാരിലൂടെയാ, അത് ഉലമായിലൂടെയാണ്. വദാഇയൻ ഇലല്ലാഹ്, അങ്ങ് പ്രബോധകനായിട്ടാണ് അങ്ങയെ നമ്മൾ നിയോഗിച്ചതെങ്കിൽ ആ പ്രബോധനം ഖിയാമത്ത് നാൾ വരെ പടച്ചവൻ നിലനിർത്തുമെന്ന് വിശുദ്ധമായ ഖുർആനിലൂടെ പറഞ്ഞിട്ട് വസിറാജൻ മുനീറാ, അങ്ങ് ലോകത്ത് കത്തിജ്വലിക്കുന്ന കിടാവിളക്കാണ് നബിയേ, അങ്ങണഞ്ഞു പോകാത്ത വിളക്കാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂലിന്റെ സന്ദേശം ഇന്നും കിട്ടിക്കൊണ്ടിരിക്കുകയല്ലയോ? റസൂലുള്ള വഫാത്തായിട്ടുണ്ട്, എന്നാലും ഹബീബിന്റെ സന്ദേശം ലോകത്ത് ഇതേവരെ അസ്തമിച്ചിട്ടില്ല. കേട്ടുകൊള്ളുക, സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്, സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വഫാത്തായിരിക്കുകയാണ്. റസൂലുള്ളാഹിന്റെ മെസ്സേജ് മരണശേഷവും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്, അവിടുത്തെ പ്രബോധനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാ. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ വഫാത്തായല്ലോ. സിദ്ദീഖ് തങ്ങൾ ആരാണ്? റസൂലുള്ളാഹിന്റെ കൂട്ടുകാരനാ. അബൂബക്കറിന്റെ സമ്പത്ത് ഉപകരിച്ചതുപോലെ മറ്റൊരാളുടെയും സമ്പത്ത് എനിക്ക് ഉപകരിച്ചില്ല സഹാബാ. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ മരണപ്പെട്ടിട്ട് അവിടുത്തെ പവിത്രമായ ജനാസ അല്ലാഹുവിന്റെ റസൂലിന്റെ റൗള ശരീഫിന്റെ മുമ്പിൽ കൊണ്ടുവരികയാണ്. അവിടെ നിന്നുകൊണ്ട് ആരോ വിളിച്ചു പറയുകയാണ്, അബൂബക്കറും ഫിൽ ബാബി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ തിരുദൂതരെ അബൂബക്കറിന്റെ മയ്യത്താണ് ഈ പവിത്രമായ വാതിൽക്കൽ കൊണ്ടുവച്ചിരിക്കുന്നത് നബിയേ. അങ്ങയുടെ സമ്മതമില്ലാതെ, അങ്ങയുടെ അനുവാദമില്ലാതെ അങ്ങയുടെ ഉള്ളിലേക്ക് കയറ്റൂല നബിയേ. റസൂലുള്ളാഹിനോട് സമ്മതം ചോദിക്കുകയോ, അല്ലാഹുവിന്റെ റസൂലിനോട് സമ്മതം ചോദിക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ്, അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ്, ആ ഹബീബിനെ ഹബീബിലേക്ക് നിങ്ങൾ കൂട്ടിക്കൊണ്ടുവരിക.
എപ്പോഴാ പറഞ്ഞതെന്നറിയോ? റസൂലുള്ള വഫാത്തായിട്ടാണ് പറഞ്ഞത്. റസൂലുള്ള വഫാത്തായിട്ടാ പറഞ്ഞത്. നബി തങ്ങളുടെ സന്ദേശം മരണത്തിന് ശേഷവും നടന്നുകൊണ്ടിരിക്കുകയല്ലയോ? നബി തങ്ങൾ മരിച്ചിട്ട് ഒരുപാട് ദിവസമായിട്ടില്ല. ഇതേപോലെ റബീഉൽ അവ്വലിലല്ലയോ റസൂലുള്ള വഫാത്തായത്? ഹബീബായ നബി തങ്ങൾ മരിച്ചിട്ട് ഒരുപാട് ദിവസമായില്ല. സഹാബത്തിന് വേദന താങ്ങാൻ കഴിയുന്നില്ലല്ലോ. നാദരില്ലാത്ത മദീനയിൽ അവർ താമസിക്കുകയാ. നാദരില്ലാത്ത മദീനയിൽ അവർ താമസിക്കുകയാണ്. അവരുടെ മനസ്സ് തകർന്നു പോയല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ വേദന കൊണ്ട് സഹിക്കാൻ കഴിയാത്തൊരു വേളയിൽ ഒരു അഅറാബി നബി തങ്ങളുടെ ഖബർ ശരീഫിന്റെ ചാരത്തോട്ട് കടന്നു വരികയാ. ഹബീബിന്റെ ഖബർ ചാരത്തേക്ക് ഒരു അഅറാബി കടന്നു വരികയാണ്. ആ മനുഷ്യൻ വന്ന് നബി തങ്ങളുടെ ഖബറിന്റെ ഭാഗത്തിൽ നിന്ന് ഒരു പടി മണ്ണ് വാരിയെടുക്കുകയാണ്. ഒരു പിടി മണ്ണ് വാരി എടുത്തിട്ടാ മനുഷ്യൻ തലയ്ക്ക് മുകളിലേക്ക് ഇടുകയാണ്. എന്നിട്ടാ മനുഷ്യൻ പറയുകയാണ്, യാ റസൂലല്ലാഹ്, യാ റസൂലല്ലാഹ്, അങ്ങ് കൊണ്ടുവന്ന വിശുദ്ധമായ ഖുർആൻ ഞങ്ങളെ ഓതി കേൾപ്പിച്ചല്ലോ നബിയേ. അങ്ങ് വിശ്വസിക്കാൻ പറഞ്ഞത് ഞങ്ങളെ വിശ്വസിച്ചല്ലോ നബിയേ. അങ്ങ് അനുസരിക്കാൻ പറഞ്ഞത് അങ്ങ് അനുസരിച്ചല്ലോ നബിയേ. എന്നിട്ട് അല്ലാഹുവിന്റെ ഖുർആനിലൂടെ ഒരായത്ത് ഞങ്ങൾക്ക് ഓതി കേൾപ്പിച്ചു തന്നല്ലോ നബിയേ. ഏതായത്താണെന്നറിയോ? വലവന്നഹും ഇല്ലലമു ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂൽ. നീ വാ 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 രണ്ടുപേരും വാ വാ വാ. വായിക്കുളമ്പള്ളിയിലെ ഉസ്താദാണ്. കൊല്ലത്താർ ഇവിടെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നണം. അതെ, ഒളിച്ചിരിക്കണ പായസം കുടിച്ച് നമ്മളെ വിഷയം മറന്നോ അവരതാരും? അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിന്റെ ചാരത്ത് ഈ അഅറാബി കടന്നു വന്നിട്ട് പറഞ്ഞു, നബിയേ, വിശുദ്ധമായ ഖുർആൻ ഞങ്ങളിലേക്ക് ഓതി കേൾപ്പിച്ചു തന്നവരാണ്. ആ ഖുർആനിലൂടെയല്ലയോ നബിയെ ഞങ്ങൾക്ക് ഒരായത്ത് പറഞ്ഞു തന്നത്? വലൗ അന്നഹും ഇല്ലലമു അൻഫുസഹു ജാഊക വസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. ഹബീബായ നബി തങ്ങളുടെ ഖബറിന്റെ ചാരത്ത് വന്ന് ഈ അഅറാബി വിളിച്ചു പറയുകയാണ്, വലൗ അന്നഹും ഇല്ലലമു, സ്വന്തം ശരീരത്തിനോട് അക്രമം ചെയ്തവർ, സ്വന്തം ശരീരങ്ങളോട് തെറ്റ് ചെയ്തവർ, ശരീരങ്ങൾ ആവശ്യപ്പെടപ്പെട്ട മുഴുവൻ തിന്മകളും ചെയ്തു കൂട്ടിയവരാരാ? ആ മനുഷ്യർ. വലൗ അന്നഹും ഇല്ലലമു അൻഫുസഹു, സ്വന്തം ശരീരത്തിനോട് അക്രമം കാണിച്ചവർ, ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ്, അവരങ്ങയുടെ സമീപത്ത് വന്നിട്ട് അവർ അല്ലാഹുവിനോട് മാപ്പ് ചോദിക്കുമ്പോ നബിയേ, അവര് പാപം ചെയ്തിട്ട് അങ്ങയുടെ ഖബറിന്റെ ചാരത്ത് വന്നവരെ മാപ്പ് ചോദിക്കുമ്പോ വസ്തഗ്ഫറ ലഹുമുർ റസൂൽ, ആ സവിധത്തിൽ വെച്ച് തന്നെ റസൂലും അവർക്ക് വേണ്ടി ഒരു റെക്കമെൻഡ് ചെയ്തു പോയാൽ, അല്ലാഹുവിനോട് അങ്ങയുടെ സമക്ഷത്ത് വെച്ച് മാപ്പ് ചോദിക്കുന്നവര്, അവർക്ക് വേണ്ടി നബിയും ഒരു റെക്കമെൻഡ് പടച്ചവനോട് ചെയ്തു പോയാൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമാ, അല്ലാഹു അവർക്ക് പാപം പുറത്തു കൊടുക്കുന്ന, പശ്ചാത്താപം സ്വീകരിക്കുന്നവരായി അങ്ങേക്ക് എത്തിക്കാൻ കഴിയുമെന്ന വിശുദ്ധമായ ഖുർആനിന്റെ വാക്ക് അങ്ങ് പറഞ്ഞു തന്നില്ല നബിയേ. യാ റസൂലല്ലാഹ്, ഇന്ദീ ഖദ് ളലംതു നഫ്സീ ഫഗ്ഫിർ ലീ, ഞാൻ തെറ്റ് ചെയ്തിട്ടാണ് നബിയേ അങ്ങയുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് നബിയേ, അതുകൊണ്ട് എനിക്ക് അല്ലാഹുവിനോട് പാപമോചനം വാങ്ങിത്തരണം നബിയേ. എപ്പോഴാ പറയുന്നത്? നബി തങ്ങൾ വഫാത്തായി ഖബറിന്റെ ഉള്ളിൽ കിടക്കുന്ന ആളാണ്. നബി സിറാജം മുനീർ എന്ന് വെറുതെ പറഞ്ഞതല്ല, റസൂലുള്ള കത്തിച്ചൊലിക്കുന്ന വിളക്കാണെന്ന് വെറുതെ പറഞ്ഞതല്ല. ഓ സിറാജം മുനീറ,
അങ്ങ് കത്തിജ്വലിക്കുന്ന വിളക്കാണെന്ന് പറഞ്ഞത്. വഫാത്തായിട്ടും നബി തങ്ങൾ പ്രകാശമായി നിലനിൽക്കുകയാണ്. ആ സഹാബി നബിയോട് അപേക്ഷ പറയുകയാണ്, ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട് നബിയെ, അതുകൊണ്ട് എനിക്കൊന്ന് പടച്ചവരോട് പറഞ്ഞിട്ട് എന്റെ പാപങ്ങളൊന്ന് പുറത്തു തരാൻ വേണ്ടി ദുആരക്കുക നബിയെ. ഖബറിന്റെ ഉള്ളിൽ നിന്നൊരു ശബ്ദം കേൾക്കുകയാണ്. എന്താ ശബ്ദമെന്നറിയോ? അൻഖദ് ഗുഫിറ ലക, അൻഖദ് ഗുഫിറ ലക, നിങ്ങളുടെ പാപങ്ങൾ നമ്മൾ പുറത്തു തന്നിരിക്കുകയാണ്. ഇതെപ്പോഴാ സംഭവം? പായസത്തിലെല്ലാം മറന്നോ? ഈ ഷുഗർ മറന്നാരും കുടിച്ചോളല്ലേ. വീട്ടിൽ പോയിട്ട് ഇൻസുലിൻ്റെ എണ്ണം കൂട്ടേണ്ടി വരും. ചിലർ പറയാം എനിക്ക് ഭയങ്കര ഷുഗറാണ്, പക്ഷെ ലഡു കൊടുത്താൽ പിന്നെ അവരതേ തിന്നത്തുള്ളൂ. ഷുഗറൊക്കെ എന്ത് ചെയ്യും? മറന്നു പോകും. അള്ളാഹു ഒരു രോഗം തരാതിരിക്കട്ടെ. കണ്ട ആമീൻ പോലും പറയുന്നില്ല പായസത്തിലും. എല്ലാവരും ശ്രദ്ധിക്കും ഇൻഷാ അല്ലാഹ്. നബിതങ്ങൾ വഫാത്തായിട്ടാണ് ഈ അറാബി എന്ന് പറഞ്ഞത്. ഞാൻ തെറ്റ് ചെയ്തു. നബിതങ്ങൾ ജീവിതകാലത്തും നബിതങ്ങൾ നമുക്കെന്താണ്? സിറാജം മുനീർ, കത്തിപ്രകാശിക്കുന്ന വിളക്ക്. വഫാത്തായിട്ട് നബിതങ്ങളെ വിളക്കാണ്. അതിനിയും ലോകാവസാനം വരെയും കത്തിജ്വലിച്ച് നിൽക്കും. ലോകാവസാനമാകുമ്പോൾ സയ്യിദുനാ മഹ്ദി ഇമാം അഹ്ലു ബൈത്തിലെ പൊൻതാരകം ഒന്നുകൂടി ശക്തിപ്പെടുത്താൻ വേണ്ടി ലോകത്തേക്ക് കടന്നു വരും. ആ സിറാജും മുനീർ ഒന്നുകൂടി ലോകത്തിന്റെ മുമ്പിലേക്ക് പ്രചരിപ്പിക്കാൻ, അതിനെ ഒന്നുകൂടി അരക്കിട്ടുറപ്പിക്കാൻ അഹ്ലു ബൈത്തിന്റെ പൊൻതാരകം സയ്യിദുനാ മഹ്ദി ഇമാം കടന്നു വരും. അതിനുശേഷം റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാമും കടന്നു വരും. ഈസാ നബി എന്തിനാ വരുന്നത്? ഇഞ്ചിയിൽ പൊടി തട്ടിയെടുത്തിട്ട് അതിന്റെ നിയമങ്ങൾ ലോകത്തിന്റെ മുമ്പിൽ പറഞ്ഞു കൊടുക്കാനല്ല. ഈസാ നബി വരുന്നത് മുത്ത് നബിയുടെ ശരീഅത്ത് ഒന്നുകൂടി ലോകത്തിന്റെ മുമ്പിൽ വിളംബരം ചെയ്യാൻ വേണ്ടി കടന്നു വരും. മുത്ത് ഹബീബ് ലോകത്തിന്റെ മുമ്പിൽ കെടാവിളക്കായി ലോക അവസാനം വരെയും നിലനിൽക്കുമെന്ന് വിശുദ്ധമായ ഖുർആൻ. ആയതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമുക്ക് ആ ഹബീബിനോടുള്ളൊരു മഹബത്ത് എപ്പോഴും ഉണ്ടാകണം. ഒരു റബീഇന്റെ 12 ദിവസങ്ങളുടെ ഉള്ളിൽ ഒതുങ്ങിക്കൂടാൻ കഴിയാത്ത മരണം വരെയും ഉണ്ടാകേണ്ട ഒരു മഹബത്ത്, ഒരു സ്നേഹം നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുണ്ടാകണം. ആര് സ്നേഹിച്ചതുപോലെ സഹാബത്ത് എല്ലാം മറന്ന് സ്നേഹിച്ചു പോയ ഒരു മഹബത്ത്, സഹാബത്ത് എല്ലാം മറന്നിട്ടായിരുന്നു അവർ അല്ലാഹുവിന്റെ പ്രവാചകനെ സ്നേഹിച്ചത് എന്ന് നമുക്കറിയാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ റബീഉൽ അവ്വലിന്റെ 12 ദിവസങ്ങളിലും അല്ലാഹുവിന്റെ പ്രവാചകൻ മദീനയിൽ കടന്നു വരുമ്പോൾ അവർക്ക് ആനന്ദത്തിന്റെ ദിവസങ്ങളായിരുന്നു, സന്തോഷത്തിന്റെ ദിനരാത്രങ്ങളായിരുന്നു. പ്രവാചകൻ കടന്നു വരുന്നു എന്ന വാർത്ത സഹാബത്ത് മുഴുവനും അറിയുമ്പോൾ അവർക്ക് എന്തെന്നില്ലാത്ത അതിരില്ലാത്ത സന്തോഷമായിരുന്നു. കേട്ടുകൊള്ളുക, പരിശുദ്ധമായ റബീഉൽ അവ്വലിന്റെ 8ാമത്തെ ദിവസവും അല്ലാഹുവിന്റെ പ്രവാചകൻ മക്കയിൽ നിന്ന് ഹിജറ വരുന്നുണ്ടല്ലോ മദീനയിലേക്കെന്ന വാർത്ത കേൾക്കുമ്പോൾ മദീന നിവാസികൾ മുഴുവനും കുന്നുമുകളിലേക്ക് ഓടുകയാണ്. എന്തിനാണെന്നറിയോ? അല്ലാഹുവിന്റെ റസൂലിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അവർ ഓടുകയാണ്. മുത്തുനബിയെ സ്നേഹിക്കാനും സ്വീകരിക്കാനും അവർ കുന്നുമുകളിലേക്ക് ഓടുകയാണ്. ഉച്ച സമയമാകുമ്പോ അവർക്ക് ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. ആ മണൽപ്പരപ്പിന്റെ ചൂട് സഹനീയമാകുമ്പോൾ അവർ വീട്ടിലേക്ക് പോകുകയാണ്. 8ന്റെ അന്നും അവർ പോയി, 9ന്റെ അന്നും പോയി, 10ന്റെ അന്നും പോയി, 11ന്റെ അന്നും പോയി. എന്തിനാണ് അവർ പോയതെന്നറിയോ? അല്ലാഹുവിന്റെ റസൂലിനെ പ്രതീക്ഷിച്ച ഹബീബായ നബി തങ്ങൾ മദീനയിലേക്ക് വരുന്നു എന്ന വാർത്ത കേൾക്കുമ്പോ അവർ മുഴുവൻ ആളുകളും പോകുകയാണ്. 12ന്റെ അന്ന് അവർ ഒരു സമയം 12ന്റെ അന്നും അവരും വീണ്ടും പോകുകയാണ്. ഒരു ളുഹാ സമയമായപ്പോ കുന്നിന്റെ മുകളിൽ നിൽക്കുന്നവരോട് ആരോ ഒരാൾ വിളിച്ചു പറയുകയാണ്, അങ്ങകലെ ദൂരെ നിന്ന് 2 യാത്രികർ ഇങ്ങോട്ട് കടന്നു വരികയാണ്. 2 യാത്രികർ കടന്നു വരുന്നു. 2 ആളുകൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. അവര് മുഴുവനും ഓടുകയാണ്, താഴേക്ക് ഇറങ്ങിയിട്ട് ഓടുകയാണ്. അതിൽ പെണ്ണുങ്ങളുണ്ട്, അതിൽ കുട്ടികളുണ്ട്, അതിൽ വൃദ്ധരായ ആളുകളുണ്ട്, പല ആളുകളും അതിലുണ്ടല്ലോ. എന്തിനാണ് അവര് പോയതെന്നറിയോ? ആ വരുന്ന യാത്രികരെ സ്വീകരിക്കാൻ അവര് പോകുകയാണ്. ആ വരുന്ന യാത്രികരെ സ്വീകരിക്കാൻ അവര്
പോകുകയാണ്. അതിരുകളില്ലാത്ത സന്തോഷത്തിന്റെ വായ്പകളോട് അവര് മുഴുവൻ ആളുകളും ആ മുത്തുനബി തങ്ങളെ സ്വീകരിക്കാൻ മദീനയുടെ അതിർത്തിയിലേക്ക് അവർ ഓടുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണുമ്പോ അവരുടെ സന്തോഷം അണപൊട്ടുകയാണ്. അവരറിയാതെ പറഞ്ഞു പോയി, അല്ലാഹു അക്ബർ ജാ മുഹമ്മദ്, അല്ലാഹു അക്ബർ ജാ റസൂലുള്ളാഹ്. ഒരു വിഭാഗം ആളുകൾ സന്തോഷത്തോടെ പറയുമ്പോ വേറെ വിഭാഗം ആളുകൾ പറഞ്ഞു പോകുകയാണ്, നഹ്നു ജിവാറും മിമ്പനിൻ നജ്ജാരി യാ ഹബ്ബദാ മുഹമ്മദുൽ മിൻ ജാരിഹി. ആബാല വൃദ്ധജനങ്ങളും അവിടെ കൂടിയവരെ പാടാൻ തുടങ്ങിയല്ലോ. തോലഅൽ ബദ്റു അലൈനാ മിൻ സനിയാത്തിൽ വദാഇ വജബ ശുക്രു അലൈനാ മാദാ ലില്ലാഹി ദാഇം. എന്ത് സന്തോഷമാണ്! റബീഉൽ അവ്വലിന്റെ 12 അന്ന് മദീനയിലേക്ക് നിബിതങ്ങൾ വന്നപ്പോൾ ആബാല വൃദ്ധജനങ്ങളും അതാ നിബിതങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി ഒരുമിച്ച് ഓടിയല്ലോ. അല്ലാഹുവിന്റെ റസൂൽ അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ താമസിക്കുകയാണ്. അവരുടെ സന്തോഷത്തിന് അതിരുകളില്ല. അബൂ അയ്യൂബ് അൻസാരിയുടെ വീട്ടിൽ എല്ലാ സാധനങ്ങളും ഉണ്ടല്ലോ. പക്ഷേ നിബിതങ്ങൾ വന്നപ്പോൾ അവർക്ക് സന്തോഷം കൊണ്ടിരിക്കാൻ പറ്റുന്നില്ല. ഒരാള് തലയിണ കൊണ്ടുവരികയാണ് നിബിതങ്ങൾക്ക് കൊടുക്കാൻ, വേറൊരാള് നിബിതങ്ങൾക്ക് വിരിച്ചു കിടക്കാനുള്ള വിരിപ്പ് കൊണ്ടുവരികയാണ്, വേറൊരാള് കട്ടില് കൊണ്ടുവരികയാണ്, വേറൊരാള് നിബിതങ്ങൾക്ക് ഇരിക്കാനുള്ള മരത്തിന്റെ കസേര കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. അബൂ അയ്യൂബ് അൻസാരിയുടെ വീട്ടിലില്ലാത്തതിന്റെ പേരിലല്ല, പക്ഷേ അല്ലാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹത്തിന്റെ പേരിൽ ഇതെല്ലാം അവർ കൊണ്ടു കൊടുക്കുകയാണ്. കൂട്ടത്തിൽ ഒരു പ്രത്യേകമായ ആരും കൊണ്ടുവരാത്തൊരു സമ്മാനമായി, ഒരു ഗിഫ്റ്റുമായി ഒരു മഹദി കടന്നു വരികയാണ്. ആരാണ് കടന്നു വരുന്നതെന്നറിയോ? ആരാ കടന്നു വരുന്നതെന്നറിയോ? എല്ലാവരും പല നിലയിലുള്ള സമ്മാനങ്ങളും മുത്ത് ഹബീബിന് കൊടുത്തിരിക്കുകയാണ്. എല്ലാം കൊടുത്തു. സയ്യിദത്തുനാ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹു വരികയാണ്. ഒരു പുതുമയാർന്ന സമ്മാനമായി നിബിതങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി വരികയാണ്. ഏത് സമ്മാനമാണെന്നറിയോ? നിബിതങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ഉമ്മു സുലൈം പറഞ്ഞു, യാ റസൂലല്ലാഹ്, നബിയേ, എല്ലാവിധ സമ്മാനങ്ങളും അങ്ങേക്ക് കിട്ടിയെന്ന് ഞാൻ അറിഞ്ഞു നബിയേ. എല്ലാ സമ്മാനങ്ങളും അങ്ങേക്ക് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞു നബിയേ. പക്ഷേ അങ്ങേക്കൊരു പുതുമയാർന്ന സമ്മാനമായി ഞാൻ വന്നിരിക്കുകയാണ്. എന്താണെന്നറിയോ? എൻ്റെ പൊന്നുമോൻ അനസാണ് നബിയേ അങ്ങേക്ക് ഞാൻ തരുന്ന സമ്മാനം. അവർക്ക് അവരുടെ മക്കള് പ്രശ്നമല്ല, അവർക്ക് കുടുംബം പ്രശ്നമല്ല. അവർ കൊണ്ടുവന്ന സമ്മാനം നബി തങ്ങൾക്ക് കൊടുത്തത് അവരുടെ പൊന്നുമകനെയാണ്. അല്ലാഹുവിന്റെ റസൂലിനെ അവരെ സമ്മാനമായി കൊടുത്തത് അനസ്. ഖാദിമുക അനസ് യാ റസൂലല്ലാഹ്, അങ്ങേക്ക് ഞാൻ തരുന്നത് എൻ്റെ പൊന്നുമകൻ അനസിനെയാണ് നബിയേ എന്ന് ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹാ അല്ലാഹുവിന്റെ റസൂലിനോട് വന്ന് പറയുമ്പോ, അബൂ അയ്യൂബ് അൻസാരിയുടെ വീട്ടില് അല്ലാഹുവിന്റെ റസൂൽ താമസിക്കുന്ന സമയം, പിന്നെ മദീനയിൽ മുത്തുനബി തങ്ങൾ താമസിക്കുന്ന 10 വർഷകാലം അവർക്ക് എന്തോ ഒരു ആനന്ദമാണ്, എന്തോ ഒരു സന്തോഷമാണ്. റസൂലുള്ളാഹി അവരുടെ വീട്ടിലെങ്ങാണം വരുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് അതിരുകളില്ലാത്ത സന്തോഷമാണ്. അവർക്കൊരിക്കലും അത് സഹിക്കാൻ പറ്റൂല. ഒരു കല്യാണ വീട്ടിൽ റസൂലുള്ള വരുന്നു എന്ന് പറഞ്ഞാൽ അവർ ഒന്നടങ്കം ദഫ്മുട്ടാനുള്ള ആ കുട്ടികളെ തയ്യാറാക്കിയിട്ട് നബി തങ്ങളെ സന്തോഷിപ്പിക്കാൻ അവർ താല്പര്യം കാണിക്കുകയാ.